ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഒരു ചക്കക്കുരുവും മാങ്ങയും കൂടെയുള്ള കറിയായിട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചക്കക്കുരു എല്ലാം അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അതിന് പുറന്തോട് മാത്രം ഒന്ന് കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. മറ്റേ അകത്തെ ബ്ലാക്ക് പോലുള്ള അത് ചോരും കളഞ്ഞിട്ടില്ല. അത് അരിഞ്ഞ് ഒരു ഹാഫ് മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര നല്ല പുളിയുള്ള മാങ്ങയുണ്ട്, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുക്കാം കേട്ടോ. അങ്ങനെ അരിഞ്ഞ് വെച്ച ചക്കക്കുരു എല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കുറച്ചൊരു ഉള്ളൂ കേട്ടോ, ഒരു ഇച്ചിരി മുളക് പൊടിയും ഇട്ട് ഉപ്പും ഇട്ട് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2-3 വിസിലടിക്കുമ്പോൾ തന്നെ ചക്കക്കുരു നല്ല മണക്ക് വെന്ത് ചിലപ്പോഴാണ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങ അതിനോട് ഇടുന്നില്ലേ, മാങ്ങ അതിൻ്റെ ഇട്ടാൽ പിന്നെ മാങ്ങയെല്ലാം വെന്ത് ഒടിഞ്ഞ് ഒരു പരുവായിപ്പോൾ. അതുകൊണ്ട് നമുക്ക് മാങ്ങ അതിനോട് ഇടണ്ട. നമുക്ക് അപ്പോഴത്തേന് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 കൊച്ചുള്ളി, ജീരകം, കാന്താരിയുടെ വലിപ്പം കണ്ടോ, പച്ചമുളകിൻ്റെ അത്രയും വലിപ്പമുള്ള കാന്താരി കേട്ടോ. നമ്മുടെ വീട്ടിലെ കാന്താരി തന്നെ കേട്ടോ. ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, പാഴ്സൽ അയച്ചു തരാം. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ ചക്കക്കുരുക്കുട്ടന്മാർ വെന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യം അത് വെന്ത് നല്ല ഉടഞ്ഞു കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ തവി വെച്ച് നിന്ന് കുത്തി ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങയും കൂടി ഇട്ട് ഒരു 2 സെക്കൻഡ് അതൊന്നും അതിൽ കിടന്നൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് അതെന്ത് ചെയ്യും, വെന്ത് കിട്ടും. പിന്നെ നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടെ എടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഗ്രേവി എത്രയാണോ അതിനനുസരിച്ച് വെള്ളം കൂടെ വെക്കാം കേട്ടോ. ഞാൻ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ അതിൻ്റെ അകത്തോട് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നമുക്കത് എടുക്കാം. അപ്പോഴത്തേന് അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ട് നമുക്ക് എന്ത് വേണം, അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് 2 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കരിയാപ്പില ഇട്ടു. എൻ്റെ പച്ചമുളക് ഇല്ലായിരുന്നു, പച്ചമുളകുള്ളവർ എടുത്തോളൂ, എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് കേട്ടോ. അതും കൂടി ഇട്ട് അതിന് ഒന്ന് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ ആ കറിയിലേക്ക് ഒഴിക്കാം. ഒരു പറച്ചോറുണ്ണാൻ ഇത് മാത്രം മതി മക്കളെ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇത് കഴിച്ചിട്ട് നോക്കി